വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്നെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം നന്ദിയുള്ളവരായിരിക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഒരു തിരുവചന സത്യമാണത്. ഒരു കഥയുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ബേൺ എന്ന പട്ടണത്തിൽ ഒരു പട്ടിയുടെ പ്രതിമ, ഒരു നായയുടെ പ്രതിമയുണ്ട്. അതിൻ്റെ ചരിത്രം ഇതാണ്. ആ നായയുടെ പേര് ബാറി എന്നാണ്. ആൽപ്സ് പർവ്വത നിരകളിൽ കനത്ത മഞ്ഞുവീഴ്ചയുള്ള സമയങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ജനങ്ങൾ മഞ്ഞിനടിയിൽ പെട്ടുപോകുമായിരുന്നു. വളരെ പുരാതന കാലത്ത് അവിടെയുള്ള ഗവൺമെൻറ് തീരുമാനിച്ചു, മഞ്ഞിനടിയിൽ പെടുന്ന മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ ഒരു കൂട്ടം നായ്ക്കളെ പരിശീലിപ്പിക്കണമെന്ന്. അങ്ങനെ സെയിൻറ്റ് ബെർണാഡ് എന്ന വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളെ പരിശീലിപ്പിച്ചു. അങ്ങനെ കനത്ത മഞ്ഞുവീഴ്ചയുള്ള ഒരു സമയത്ത് ഈ ബാറി എന്ന നായും മറ്റൊരുപാട് നായ്ക്കളും മനുഷ്യഗന്ധം തേടി ആൽപ്സ് പർവ്വത നിരകളിൽ അലഞ്ഞു നടന്നു. എല്ലാ നായ്ക്കളും മനുഷ്യൻ്റെ ഗന്ധം കിട്ടാത്തത് കൊണ്ട് മഞ്ഞിനടിയിൽപ്പെട്ടവർ ആരുമില്ല എന്ന ധാരണയിൽ അതിൻ്റെ ട്രെയിനേഴ്സ് ഈ നായ്ക്കളെ തിരികെ വിളിച്ചു. പക്ഷെ ബാറി എന്ന നായ് മാത്രം പുറകോട്ട് പോയില്ല. അത് ഒരു സ്ഥലം ലക്ഷ്യമാക്കി മുൻപോട്ട് പോയി കൈകൊണ്ട് ഇങ്ങനെ ചെകഞ്ഞ് മഞ്ഞ് മാറ്റിക്കളയുകയാണ്. ആ സമയത്ത് അതിനടിയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ അബോധാവസ്ഥയിലായിരുന്നു. മഞ്ഞിൽ പെട്ടുപോയ മനുഷ്യൻ അബോധാവസ്ഥയിൽ ഇങ്ങനെ കണ്ണ് അവ്യക്തമായി തുറന്നു നോക്കുമ്പോൾ കണ്ടത് ഒരു ജീവി ഇങ്ങനെ പല്ലിളിച്ച് തൻ്റെ നേരെ നിൽക്കുന്നതാണ്. പെട്ടെന്ന് സഞ്ചാരികൾ കരുതുന്ന ഒരു കത്തി അരയിൽ നിന്ന് വലിച്ചൂരിയിട്ട് തന്നെ ആക്രമിക്കാൻ വന്ന മൃഗമെന്ന് തെറ്റിദ്ധരിച്ച് ഈ ബെർണാഡ് വിഭാഗത്തിൽപ്പെട്ട ഈ നായെ, ബാറി എന്ന നായെ കൊല ചെയ്തു. ആ നായ് പിടഞ്ഞു മരിച്ചു. പിന്നീടാണ് അയാൾക്ക് മനസ്സിലായത് തന്നെ രക്ഷിക്കാൻ വന്ന ബാറി എന്ന നായായിരുന്നു അത് എന്ന്. ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ്റെ ജീവന് പകരമായിട്ട് ഈ നായുടെ ജീവൻ ബലിയർപ്പിച്ച ചരിത്രമാണ് ഈ അവിടെയുള്ള ആ ഫലകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യർ നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് നമ്മുടെ രക്ഷ സ്വായത്തമാക്കുവാൻ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഒരാളുണ്ട്, നമുക്ക് പകരം മരിച്ച ഒരാളുണ്ട്. ആ രക്ഷകനായ കർത്താവിനോട് നമ്മൾ എത്രയധികം നന്ദിയുള്ളവരായിരിക്കണം. നാം കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ഈ പ്രഭാതം അതിന് നമ്മളെ സജ്ജമാക്കട്ടെ. അതിന് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്ദികേടുകളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നന്ദികേടുകൾ അവയെല്ലാം ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നന്ദിയുള്ള ഒരു ആത്മാവും ഹൃദയവും നൽകി ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ മനുഷ്യരോടും ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതുകൊണ്ട് നന്ദി. അതിന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.